പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-1 തിരുവചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച് സുഖപ്പെടുത്തുകയും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. കർത്താവിൻ്റെ വചനം അന്ധതയിൽ നിന്നും അജ്ഞതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-12 തിരുവചനം പറയുന്നു, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. നാം സ്വസ്ഥമായിരുന്ന് വചനം കേൾക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും നമ്മുടെ കുറവുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി തരും. അതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലെ തിന്മകളെ ഉപേക്ഷിക്കുവാനും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും. ശാരീരികമായും മാനസികമായും നമുക്ക് സൗഖ്യം ലഭിക്കും. നമ്മുടെ രോഗങ്ങൾ വിട്ടുപോകും. അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ദർശിക്കുവാനും സാധിക്കും. നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. യേശുവിനും യേശുവിൻ്റെ വചനത്തിലും നമുക്ക് വിശ്വാസം വേണം. നാം വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. യേശുനാഥൻ നമുക്കൊരു പുതിയ കൽപ്പന നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. യേശു എന്താണ് ചെയ്തത്? യേശുവിനെ വേദനിപ്പിച്ചവരോടും നിന്ദിച്ചവരോടും കുരിശിൽ തറച്ചവരോടും ഒറ്റിക്കൊടുത്തവരോടും എല്ലാം യേശു ക്ഷമിച്ചു. യേശുവിനെ വേദനിപ്പിച്ച നാം ഓരോരുത്തരോടും ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത്. നമുക്ക് വേണ്ടിയാണ് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. നാം നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ യേശുനാഥൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. ഈ ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുന്നതും യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാം ആത്മീയമായി ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.